ഹലോ. ഇന്ന് ഞാൻ അമ്മയ്ക്കൊരു ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും തയ്ക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു ടോപ്പ് അടിച്ച് തരുമെന്ന് അമ്മ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മീഷോന്ന് വാങ്ങിയൊരു ജോർജറ്റിൻ്റെ സാരിയാണ്. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. സാരി ആയതുകൊണ്ട് തന്നെ 5.5 മീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ടോപ്പ് അടിക്കാനുണ്ടായിരുന്നു. തുണി 4ആയിട്ട് മടക്കിയിട്ടു. ഈ പേപ്പർ മടക്കുന്ന പോലെ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്ന് മടക്കി, അങ്ങനെയാണ് നമ്മൾ തുണി മടക്കിയിടുന്നത്, വെട്ടാൻ വേണ്ടിയിട്ടിടുന്നത്. അപ്പോൾ ഞാൻ അളവ് ബോഡിയിൽ നിന്നല്ല എടുക്കുന്നത്, കറക്റ്റ് അളവുള്ളൊരു ടോപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് വെട്ടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്കും അതുപോലെ തന്നെ സ്ലീവ്, ഷോൾഡർ ഷേപ്പ് എല്ലാം അതേ അളവിൽ വരച്ചിട്ട് അതിനേക്കാൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ടും ഷേപ്പിൻ്റെ ഭാഗത്ത് എത്രയാണോ 1.5 ഇഞ്ചാണോ അതോ 2 ഇഞ്ചാണോ കൂടുതൽ എടുക്കേണ്ടത്. ചില ആൾക്കാർക്കൊക്കെ ഷേപ്പിൻ്റെ അവിടെ തുമ്പിടാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മൾ 1.5-2 ഇഞ്ച് എത്രയാണോ എടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ 1 ഇഞ്ചൊക്കെ എടുക്കുന്നുള്ളൂ. ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുക്കുന്നത്. നോർമൽ ലൈനിങ്ങിനേക്കാളും നല്ലത് ക്രേപ്പാണ്, ഒന്നും കൂടി ബെറ്റർ. ലെങ്ത്തും നമ്മൾ ടോപ്പിനേക്കാളിലും അധികം എടുക്കണം, കാരണം നമ്മൾ മടക്കി തയ്ക്കുമല്ലോ. ഇനി ഞാൻ നെക്കിൻ്റെ വിഡ്ത്തും അതേപോലെ ലെങ്ത്തും അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗവും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിനേക്കാളിലും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ വെട്ടേണ്ടത്. അപ്പോൾ ഞാൻ കറക്റ്റ് അളവിൽ നിന്ന് എക്സ്ട്രാ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതും കൂടി കൂട്ടിയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 ലൈൻസ് വരും, കാരണം നമ്മൾ കറക്റ്റ് അളവും അതുപോലെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന അളവും. ഇനി ഞാൻ നെക്ക് നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അത് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ആ ഒരു അളവിൽ. എന്നിട്ട് നെക്കും വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത ശേഷം നമുക്ക് 2 പീസ് കിട്ടും, ഫ്രണ്ടിലേക്കുള്ളതും ബാക്കിലേക്കുള്ളതും. അപ്പോൾ അതിന്ന് ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ രണ്ട് ഭാഗത്തിൻ്റെ നെക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വരച്ച് വെട്ടേണ്ടത്. നമ്മൾ ലൈനിങ്ങും കൂടി വെട്ടുന്നുണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.